ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഡോർ മാറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ മെഷീനിലല്ല സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്, കൈകൊണ്ട് തുന്നിയെടുത്തിട്ടുള്ളതാണ്. ഇതിൽ ചെയിൻ സ്റ്റിച്ച് ഇട്ടാണ് ഞാനിത് ഈ ഡോർ മാറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അളവ് നോക്കാം. അപ്പം വീതി 21 ഇഞ്ചാണ്, നീളം 15 ഇഞ്ചാണ്. അപ്പോൾ ലെങ്ത് 15 ഇഞ്ചാണ്, വെഡ്ത്ത് 21 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾക്ക് അളവിലുള്ളൊരു പീസ് തുണി എടുത്തിട്ട് അതിൻ്റെ ബാക്ക് സൈഡിലാക്കിയിട്ട് ഇടുക. ശേഷം നമ്മൾ കുഞ്ഞു കുഞ്ഞു വേസ്റ്റ് പീസുകൾ ഒന്ന് നല്ലതുപോലെ നിരത്തി കൊടുക്കുക. അപ്പോൾ അതിന് മുന്നേ നമ്മൾക്ക് അതിൻ്റെ മുകളിൽ വെക്കേണ്ടുന്ന പീസ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു പീസ് നമുക്കെടുത്ത് ഇതേപോലെ ഒന്ന് 4 സൈഡ് ഒന്ന് 3 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. നാല് സൈഡും 3 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് നമുക്ക് വരച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. നമ്മൾ വരച്ചെടുത്ത് കൂടി നമുക്ക് തയ്ച്ച് കൊടുക്കണം. അപ്പം നമ്മൾ 3 ഇഞ്ച് അടയാളപ്പെടുത്തി നമ്മൾ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ 3 ഇഞ്ചാണ് 4 സൈഡും വരച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ കൊടുത്തിട്ടുള്ളത് 2 ഇഞ്ചാണ്. 2 ഇഞ്ചാണ് വരച്ച് കൊടുത്തിട്ടുള്ളത്. 4 സൈഡും 2 ഇഞ്ചെന്ന് വരച്ച് കൊടുക്കുക. അടുത്തത് 1.5 1.5 ഇഞ്ചാണ് വരയ്ക്കുന്നത്. അപ്പോൾ അത് ഞാൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. 4 സൈഡും 1.5 ഇഞ്ച് വീതം. അപ്പോൾ നമുക്കൊരു ബോക്സ് രൂപത്തിലാണ് വരച്ചിട്ടുള്ളത്. ഫസ്റ്റ് 3 ഇഞ്ച്, നെക്സ്റ്റ് 2 ഇഞ്ച്, നെക്സ്റ്റ് 1.5 ഇഞ്ച്. അപ്പോൾ നമ്മൾ കുഞ്ഞു കുഞ്ഞു പീസുകൾ നിരത്തി കൊടുത്തതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വരച്ച് പീസ് ഇട്ട് കൊടുക്കണം. കൊടുത്തത് 4 സൈഡും ഒന്ന് തയ്ച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഇല്ല എങ്കിൽ അടുക്കടുക്ക നമ്മൾ മുട്ട് സൂചി പിൻ ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ തയ്ക്കുമ്പോൾ അതിൻ്റെ ഗ്യാപ്പിൽ കൂടെ ഈ ചെറിയ തുണികളല്ലേ നമ്മൾ വെക്കുന്നത്, അതങ്ങ് താഴെ പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അടുക്കടുക്ക ഞാൻ മുട്ട് സൂചി പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 സൈഡും പിൻ ചെയ്തിട്ടുണ്ട്. കോർണറിലൊക്കെ അത്യാവശ്യം പിൻ ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ഈ 2 ഇഞ്ച് അടയാളപ്പെടുത്തിയെടുത്തും 4 സൈഡും ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ 1.5 ഇഞ്ച് അടയാളപ്പെടുത്തിയെടുത്തും പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ആ ബോക്സ് രൂപത്തിലുള്ള സെൻറ്റർ ഭാഗത്തും പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ എല്ലാം ഞാൻ മുട്ടുസൂചി പിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതേപോലെ ഇങ്ങനെ വെളിയിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ അതിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഞാൻ അപ്പുറത്തായിരുന്നു വരച്ച് കൊടുത്തത്. പക്ഷേങ്കിൽ അവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നൂലിൻ്റെ കളറൂടെ ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അപ്പുറത്തെ സൈഡ് എടുത്ത് വീണ്ടും ഞാൻ വരച്ച് കൊടുത്തിരിക്കുകയാണ്. അതിപ്പോൾ 4 കളർ നൂലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 4 ഇപ്പം നീളമുള്ള ഒരു നീഡിൽ കിട്ടുന്നതിനും അതിൻ്റെ ഹോളും വലിപ്പമുള്ളതാണ്. അതിൽ നമുക്ക് 6 ഇഴയോ 4 ഇഴ 6 ഇഴ ഇതൊക്കെ നൂലിട്ട് നമുക്ക് നല്ലതുപോലെ തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പം ഞാൻ 4 ഇഴ നൂലാണ് എടുത്തിട്ടുള്ളത്. 4 സ്ട്രാൻഡ്സ് ത്രെഡാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് 2-3 കെട്ടിട്ട് കൊടുക്കാം നമുക്ക്. ഇപ്പം നമുക്ക് ആ ഫസ്റ്റ് ആ ഭാഗത്തു നിന്ന് വേണം നമുക്ക് തുടങ്ങാൻ. ആ 1.5 ഇഞ്ച് വരച്ച് ആ ബോക്സിൽ നിന്നാണ് ഒരു കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ആ കെട്ട് മുകളിൽ വെച്ച് തന്നെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് 2 പ്രാവശ്യം അവിടെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അപ്പം നൂല് സൂചിയുടെ അടിയിലായിരിക്കണം. ഇത് ചെയിൻ സ്റ്റിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്.
അപ്പോൾ അവിടെ തന്നെ 2 പ്രാവശ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ആ കെട്ടങ്ങ് മറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നെക്സ്റ്റ് സ്റ്റിച്ച് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്നത് ആ നൂല് കിടക്കുന്നതിൻ്റെ ബാക്കിലായിട്ട് എടുക്കണം നെക്സ്റ്റ് നീഡിലെടുക്കേണ്ടത്. താഴേക്ക് കുത്തുമ്പോഴും ഈ ത്രെഡ് കിടക്കുന്നതിൻ്റെ ബാക്കിൽ കുത്തി വേണം എപ്പോഴും എടുക്കാൻ, ഇല്ലെങ്കിൽ നൂല് വിട്ടു പോകും. അപ്പോൾ നല്ലതുപോലെ അടിയിലും സൂചി പോകുന്നു നോക്കിക്കോണം. ആ 2 പീസും കൂടി ചേർത്ത് അടിയിലത്തെ മുകളിലത്തെ പീസ് ചേർത്ത് വേണം നിങ്ങൾ കുത്തിയെടുക്കാൻ. അതുപോലെ തന്നെ കയ്യിലും കൊള്ളാതെ ശ്രദ്ധിക്കണം. ആ നൂല് കിടക്കുന്നതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട്. അപ്പോൾ ഈ ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വേണം നമ്മൾ വീണ്ടും കുത്തി അടുത്ത സ്റ്റിച്ച് ചെയ്യാൻ. ഇതേപോലെ തന്നെ ഉള്ളിൽ നിന്ന് തന്നെ ആ നൂല് കിടക്കുന്നതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് കുത്തിയെടുക്കണം. ഇവിടെയും കൂടി ആ സ്റ്റിച്ച് വരണം നമുക്ക്. ഇനി നമുക്ക് ആ കോർണർ ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ആ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി തന്നെ വേണം നെക്സ്റ്റ് സൂചി എടുക്കാൻ. അതുപോലെ നൂല് സൂചിയുടെ അടിയിലായിരിക്കണം എപ്പോഴും. അപ്പോൾ ഞാനത് അത്രയും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇതും 4 നൂല് തന്നെയാണ്. 2 ഗ്രീനും 2 ഓറഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. 2 കളറേ എടുത്തിട്ടുള്ളൂ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ കെട്ടിടുമ്പോൾ ആ സ്റ്റിച്ചിൻ്റെ വെളിയിൽ കൂടി കൊണ്ടുവന്ന് വേണം താഴേക്ക് എടുക്കാൻ. കെട്ടിടുമ്പോൾ നമ്മൾ ഉള്ളിൽ കുത്തരുത്, വെളിയിൽ കൂടി നൂല് ബാക്കിൽ കൊണ്ടുവന്ന് വേണം കെട്ടിട്ടിട്ട് ഇത്തിരി ഉള്ളിലോട്ട് നീഡിൽ കൊണ്ടുപോയിട്ട് നൂല് കട്ട് ചെയ്താൽ മതിയാകും. കാരണം ആ ബോക്സ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഇതുപോലെ കോർണറാണ്. അപ്പം നമ്മൾ നൂല് ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ ബാക്കിൽ കൂടി കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി വേണം കുത്തി നൂല് മുകളിൽ കൊണ്ടുവരാൻ. നമ്മുടെ ആ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി കുത്തണം. കുത്തിയിട്ട് നൂല് മുകളിൽ കൊണ്ടുവരണം. എന്നിട്ട് നെക്സ്റ്റ് നൂല് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ കെട്ടിട്ടെടുത്താലും മതിയാകും. അപ്പം നമുക്ക് ആ ബോക്സും കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. കെട്ടിട്ടിട്ട് നമുക്ക് നീഡിലൊത്തിരി ഉള്ളിലോട്ട് കൊണ്ടുപോയിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ കട്ട് ചെയ്ത ഭാഗമൊന്നും കാണുന്നില്ല. ഇനി നമ്മൾക്ക് ആ സൈഡും കൂടി 4 സൈഡും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. അത് ഇതുപോലെ തന്നെ 4 നൂലാണ് എടുത്തിരിക്കുന്നത്. ചെയിൻ സ്റ്റിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് ആ നൂല് വെളിയിലൂടെ കൊണ്ടുവന്നിട്ട് വേണം അടിയിൽ ഒന്ന് കെട്ടിടാൻ. നൂല് കെട്ടിടുമ്പോഴും നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ആ സ്റ്റിച്ചിൻ്റെ വെളിയിൽ കൂടി കൊണ്ടുവരണം നൂല്. അതുപോലെ നൂല് ജോയിൻ ചെയ്തിട്ട് ആ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി വീണ്ടും കൊണ്ടുവരണം. എപ്പോഴും നൂല് ജോയിൻ ചെയ്യുമ്പം ആ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടിയേ അടിയിൽ നിന്ന് മുകളിലേക്ക് കുത്തിയെടുക്കാവൂ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോകാൻ നല്ല രസമാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകാൻ. അതുകൊണ്ട് ആ നൂല് കിടക്കുന്നതിൻ്റെ ബാക്കിലായിട്ട് വേണം കുത്താൻ, അതിൻ്റെ ഉള്ളിൽ കൂടി തന്നെ. ഇപ്പോൾ നമ്മൾ ഒരു ബോക്സ് വരച്ചത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ ആ സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ കൂടി സ്റ്റിച്ച് കൊണ്ടുപോയിട്ട് വേണം അത് നമുക്ക് അടിയിലൂടെ കൊണ്ടുവന്നിട്ട് അപ്പോൾ നമുക്കൊരു ഫിനിഷിങ് കിട്ടും. എന്നിട്ട് അടിയിലേക്ക് കൊണ്ടുവന്നാൽ മതി കെട്ടിടാൻ. എന്നിട്ട് അപ്പോൾ അവിടെ നമുക്ക് 2-3 കെട്ട് കൊടുക്കുക. നല്ല നോട്ടിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നൂല് കട്ട് ചെയ്യാം. ഇപ്പോൾ വീട്ടിൽ മെഷീൻ ഇല്ലാത്തവർ
ഉള്ളവർക്കൊക്കെ ഉപകാരമാണിത്. അപ്പം മെഷീനുള്ളവർക്ക് മെഷീനിൽ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ വീട്ടിൽ മെഷീൻ ഇല്ലാത്തവർ ഇതൊക്കെ കാണുമ്പോൾ വിചാരിക്കും മെഷീൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാമല്ലോ എന്നൊക്കെ ആഗ്രഹമുള്ളവരുണ്ടായിരിക്കും. അപ്പോൾ അവർക്കിത് നല്ല ഉപകാരമാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഈ കുഞ്ഞു കുഞ്ഞു പീസുകളില്ല എന്നുണ്ടെങ്കിൽ സാരിയൊക്കെ മടക്കി ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമ്മൾക്ക് പൈപ്പിംഗ് കൊടുക്കണം. ഒരു 3/4 ഇഞ്ച് ഉള്ളിലോട്ട് മടക്കി വെച്ചിട്ടാണ് തയ്ച്ച് കൊടുക്കേണ്ടുന്നത്. ഇപ്പോൾ 2-3 കെട്ടിട്ട് കൊടുക്കുക നൂല്. ഇതും 4 സ്റ്റാൻഡ്സ് ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കത് കറക്റ്റിനൊന്ന് കട്ട് ചെയ്യാം. അതുപോലെ തന്നെ സാരി വെട്ട് പീസൊന്നും ഇല്ലാത്തവർക്ക് സാരിയോ ഷാളോ ഒക്കെ മടക്കി നൈറ്റിയുടെയൊക്കെ ഇതേപോലെ മടക്കി ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്ത് നമുക്ക് നല്ല അടിപൊളി മാറ്റം ഉണ്ടാക്കാം. നല്ല ഭംഗിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ മെഷീനിൽ സ്റ്റിച്ച് ചെയ്താൽ തന്നെ നമ്മൾക്ക് 2 നൂലിൻ്റെ സ്റ്റിച്ചിങ്ങേ വരുന്നുള്ളൂ. ഇതാണെങ്കിൽ നമുക്ക് 4 നൂലാണ്. ഇപ്പം 6 വേണമെങ്കിലും ഇട്ട് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് 4 നൂല് നല്ല കട്ടി ഉണ്ട്. ഇതുപോലെ ഞാൻ ബാക്ക് സ്റ്റിച്ചാണ് ഇടുന്നത്. ബാക്ക് സ്റ്റിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. അപ്പോൾ വാഷ് ചെയ്യുമ്പോഴൊന്നും ഒരു കുഴപ്പവും വരില്ല. അതുപോലെ അവിടം വരെ സ്റ്റിച്ച് ചെയ്ത് പോകാം. അപ്പം ഞാൻ ഒരു സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്കതൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണം. അവിടെയും കൂടി അങ്ങനെ പൊങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫോം ഷീറ്റ് ഒന്ന് മടക്കി ജസ്റ്റ് ഒന്ന് നൂലൊടിച്ചിട്ട് ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ അങ്ങ് മടക്കി തയ്ച്ചാലും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നിയിട്ട് ചെയ്യുവാണ്. ഇതുപോലെ അതിൻ്റെ ഉള്ളിലോട്ട് വെച്ചിട്ട് ഒന്ന് മടക്കി അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പം ഞാൻ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. ഇപ്പം ഫോം ഷീറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ ഇതേപോലെയുള്ള ഷാളിൻ്റെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാരിയുടെയോ അങ്ങനെയൊക്കെയുള്ള തുണികൾ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇല്ല എങ്കിൽ ഒന്നും വെക്കാതെയും മടക്കി സ്റ്റിച്ച് ചെയ്താൽ മതിയാകും. അപ്പോൾ ഇതും ഇവിടെ ഞാൻ ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അതും 4 സ്റ്റാൻഡ്സ് ത്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് സൈഡൊന്ന് മടക്കിയിട്ട് ഇവിടെ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് പോകാം. പടിയിൽ കൂടി നല്ലപോലെ കെട്ടിയിട്ടിട്ട് നൂല് കൊണ്ടുവന്നതിന് ശേഷം അവിടെ 1-2 സ്റ്റിച്ചും കൊടുക്കുക. ഇവിടെ ചെയിൻ സ്റ്റിച്ച് ഇട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല രസം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകാൻ. ഇതുപോലെ മടക്കി ചെയിൻ സ്റ്റിച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നല്ല ഭംഗിയായിട്ട് മനോഹരമായിട്ട് ചെയ്തെടുക്കാം. പെട്ടെന്ന് നമുക്ക് ചെയ്യുകയും ചെയ്യാം. ഒരുപാട് സമയമൊന്നും വേണ്ട ഇത് ചെയ്യാൻ. എന്ത് രസമാണ് സ്റ്റിച്ച് ചെയ്ത് കാണാൻ. അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞു. നല്ല ഭംഗിക്കിരിക്കുന്നുണ്ട്. എന്ത് ഭംഗിയാണ്.
കണ്ടിട്ട് നമുക്ക് മാട്രസ് പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഇതാ എന്ത് മനോഹരമാണ് കാണാൻ. ഇപ്പോൾ വീട്ടിൽ മെഷീൻ ഇല്ലാത്തവരെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് വർഷങ്ങളോളം ഇത് ഉപയോഗിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഓക്കെ, താങ്ക്സ്.